ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സെൽഫ് അവെയർനെസ് ആണ്. അതായത് ആത്മബോധം. ഏതൊരു നല്ല മാനേജ്മെൻറ്റിൻ്റെയും തുടക്കം എവിടുന്നാണെന്നറിയോ? നമ്മളെ തന്നെ മനസ്സിലാക്കുന്നതിൽ നിന്നാണ്. ഇതാണ് എല്ലാത്തിൻ്റെയും അടിത്തറ. നമ്മളെ തന്നെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു ടൂളാണ് SWOT അനാലിസിസ്. ഇതിലെ S എന്ന് പറയുന്നത് സ്ട്രെങ്ത്സ് ആണ്, അതായത് നമ്മുടെ കഴിവുകൾ. W എന്നാൽ വീക്ക്നെസ്സസ്, നമ്മുടെ പോരായ്മകൾ. O എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് മുന്നിലുള്ള അവസരങ്ങൾ. TO ത്രെറ്റ്സ്, നമ്മൾ നേരിടാൻ സാധ്യതയുള്ള വെല്ലുവിളികൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഒരുപക്ഷെ ഒരു സ്ട്രെങ്ത് ആയിരിക്കാം, അല്ലേ? പക്ഷേ പുതിയ ടെക്നോളജി പഠിക്കാനുള്ളൊരു മടി, അതൊരു വീക്ക്നെസ് ആകാം. ഇത് തിരിച്ചറിയുന്നത് നമ്മുടെ കരിയർ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ആശയമാണ് ദ ജോഹാരി വിൻഡോ. മറ്റുള്ളവർ നമ്മളെ എങ്ങനെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. ഇതിന് 4 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തേത് എരീന, നിങ്ങൾക്കും മറ്റുള്ളവർക്കും നിങ്ങളെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ. രണ്ടാമത്തേത് ബ്ലൈൻഡ് സ്പോട്ട്, മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ചറിയാം, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും. മൂന്നാമത്തേത് ഹിഡൻ ഏരിയ, നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവെക്കുന്ന കാര്യങ്ങൾ. നാലാമത്തേത് അൺനോൺ, നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ അറിയാത്ത നിങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ. ശരിയായ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നമ്മുടെ എരീന വലുതാകും, നമ്മൾ കൂടുതൽ എഫക്റ്റീവാകും. ഓക്കെ, അപ്പോൾ നമ്മളെക്കുറിച്ച് ഏകദേശം മനസ്സിലാക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? മറ്റുള്ളവരെ മനസ്സിലാക്കാം, അല്ലേ? ഇവിടെയാണ് ഡൈനാമിക്സ് ഓഫ് ഇൻട്രാക്ഷൻ അഥവാ ആശയവിനിമയത്തിൻ്റെ ആ ഒരു ചലനാത്മകത പ്രസക്തമാകുന്നത്. ഈ സ്ലൈഡിൽ പറയുന്നത് ഷൂട്ട്സ് തിരിച്ചറിഞ്ഞ 3 ബേസിക് ഇന്റർപേഴ്സണൽ നീഡ്സിനെക്കുറിച്ചാണ്. അതായത് മനുഷ്യർക്ക് അടിസ്ഥാനപരമായി വേണ്ട 3 കാര്യങ്ങൾ. അവ ഇൻക്ലൂഷൻ, കൺട്രോൾ, പിന്നെ അഫെക്ഷൻ എന്നിവയാണ്. ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ടീമിന്റെ ഭാഗമാകാനുള്ള ആഗ്രഹം. കൺട്രോൾ എന്ന് വെച്ചാൽ കാര്യങ്ങളൊന്ന് നിയന്ത്രിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ. അഫെക്ഷനോ കൂടെയുള്ളവരുടെ ഒരു അംഗീകാരവും സ്നേഹമൊക്കെ കിട്ടണം എന്നുള്ള ആഗ്രഹം തന്നെ. ഒരു ബാങ്ക് ബ്രാഞ്ചിലെ ടീം വർക്കിൽ ഈ 3 ഘടകങ്ങൾക്കും വലിയ പങ്കുണ്ട്. ഇനി ട്രാൻസാക്ഷണൽ അനാലിസിസിലെ 3 ഈഗോ സ്റ്റേറ്റ്സ് നോക്കാം. ഇത് രസകരമായൊരു ടോപ്പിക്കാണ്. പേരന്റ്, എഡൽട്ട്, പിന്നെ ചൈൽഡ്. നമ്മളെല്ലാവരും ഈ 3 അവസ്ഥകളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നാണ് മറ്റുള്ളവരുമായി സംസാരിക്കുന്നത്. പേരന്റ് അവസ്ഥയിൽ നമ്മൾ ഉപദേശിക്കും, ഒരു കാരണവരെ പോലെ. എഡൽട്ട് അവസ്ഥയാണെങ്കിൽ നമ്മൾ ലോജിക്കായി, യുക്തിപരമായി ചിന്തിക്കും. ചൈൽഡ് അവസ്ഥയോ വികാരങ്ങൾക്കായിരിക്കും മുൻതൂക്കം. ഒരു കസ്റ്റമർ ഒരു പ്രശ്നവുമായി വരുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് യുക്തിയോടെ ചോദിച്ച് പരിഹാരം കാണാൻ ശ്രമിക്കുന്നത് ഒരു എഡൽട്ട് സംഭാഷണമാണ്. അതാണ് ഏറ്റവും ഫലപ്രദവും. ഇതുവരെ നമ്മൾ വ്യക്തിപരമായ ആശയവിനിമയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് കുറച്ചുകൂടി വലുതായി ചിന്തിക്കാം. ടീം വർക്കിന്റെ സങ്കീർണതകളിലേക്ക് കടക്കാം. ഒരു ടീമിനെ എങ്ങനെ നയിക്കാം, അതിലെങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നൊക്കെ നോക്കാം. ഗ്രൂപ്പ് ഡൈനാമിക്സിന് പ്രധാനമായും 5 ഘട്ടങ്ങളുണ്ട്. ഒരു ടീം ഉണ്ടാകുമ്പോൾ ഈ ഘട്ടങ്ങളിലൂടെയെല്ലാം കടന്നുപോകും. ഒന്നാമത്തേത് ഫോമിംഗ്. ടീം ഉണ്ടാകുന്നു, എല്ലാവരും പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. രണ്ടാമത്തേത് സ്റ്റോമിംഗ്. അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ തർക്കങ്ങളുമൊക്കെ ഉണ്ടാകുന്ന ഘട്ടം. മൂന്നാമത്തേത് നോമിംഗ്. പതിയെ സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. നാലാമത്തേത് കോൺഫോമിംഗ്. ടീമിന്റെ രീതികളുമായി എല്ലാവരും പൊരുത്തപ്പെടുന്നു. അവസാനമായി പെർഫോമിംഗ്. ടീം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഘട്ടം. നമ്മുടെ ലൈഫ് പൊസിഷൻ ടീം ഡൈനാമിക്സിനെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഏറ്റവും ആരോഗ്യപരമായൊരു നിലപാടെന്ന് പറയുന്നത് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്നതാണ്. അതായത് എനിക്കും ഈ ടീമിൽ വിലയുണ്ട്, നിങ്ങൾക്കും വിലയുണ്ട് എന്ന ചിന്ത. മറ്റു ചില നിലപാടുകളുണ്ട്. ഉദാഹരണത്തിന് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നൊക്കെ. അങ്ങനെയുള്ള ചിന്തകൾ ഒരു ടീമിനെ ആ സ്റ്റോമിംഗ് ഘട്ടത്തിൽ തന്നെ കുടുക്കിയിടാൻ സാധ്യതയുണ്ട്. അടുത്തതായി, ഒരു മാനേജർ എന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവാണ് ടീമിന്റെ മനോവീര്യം വർദ്ധിപ്പിക്കുന്നത്. നിങ്ങളുടെ ടീമിനെ എപ്പോഴും ഊർജ്ജസ്വലനാക്കി നിർത്താൻ എന്തു ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതാ ചില പ്രായോഗികമായ മൊറാൽ ബൂസ്റ്റേഴ്സ്. ഇതൊക്കെ വളരെ സിമ്പിളാണ്, പക്ഷെ ഭയങ്കര എഫക്റ്റീവാണ്. പുതിയ ആശയങ്ങളെ എപ്പോഴും സ്വാഗതം ചെയ്യുക. ഇടയ്ക്ക് ചെറിയ നന്ദി കുറിപ്പുകൾ നൽകുക. എല്ലാ ദിവസവും രാവിലെ ഒരു 5 മിനിറ്റ് ഡെയിലി ഹഡിൽസ്, അതായത് ഒരുമിച്ചുകൂടി സംസാരിക്കുന്നത് നല്ലതാണ്. ടാർഗറ്റുകൾ പൂർത്തിയാക്കാനുള്ള ആ ഒരു സമ്മർദ്ദത്തിനിടയിൽ ഇത്തരം ചെറിയ കാര്യങ്ങൾ ശരിക്കും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇനി നമുക്ക് കുറച്ചുകൂടി ദീർഘകാലത്തേക്കുള്ള ആസൂത്രണത്തിലേക്ക് കടക്കാം. ഒരു സ്ഥാപനത്തിന്റെ ഭാവിക്കായി കഴിവുള്ളവരെ എങ്ങനെ കണ്ടെത്താം, അവരെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് അടുത്ത ഭാഗം. ഫലപ്രദമായ ടാലന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിവുള്ളവരെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കുക, അവർക്ക് വേണ്ട പരിശീലനം നൽകുക, അവർക്ക് വളരാനുള്ള കരിയർ പാതകൾ ഉണ്ടാക്കിക്കൊടുക്കുക, ഒപ്പം ഭാവിക്കായി പ്ലാൻ ചെയ്യുക. ഒരു ബാങ്കിന്റെ സ്ഥിരതയ്ക്കും വളർച്ചയ്ക്കും ഇത് കൂടിയേ തീരൂ. എന്താണ് സക്സഷൻ പ്ലാനിംഗ്?
പേരുകേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. നിലവിലുള്ള നേതാക്കൾ വിരമിക്കുകയോ സ്ഥാപനം വിട്ടുപോകുകയോ ചെയ്യുമ്പോൾ ആ സ്ഥാനത്തേക്ക് വരാൻ യോഗ്യരായ പുതിയ നേതാക്കളെ നേരത്തെ കൂട്ടി കണ്ടെത്തി അവരെ വളർത്തിയെടുക്കുന്ന ഒരു ബിസിനസ് തന്ത്രമാണിത്. ഒരു ബാങ്കിന്റെ മാനേജ്മെന്റ് തലത്തിൽ പെട്ടെന്നൊരു നേതൃത്വപരമായ വിടവ് വരാതിരിക്കാൻ ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, അല്ലേ? പോകുന്നതിന് മുൻപ് നിങ്ങൾക്കായിട്ടൊരു ചോദ്യം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ ആശയങ്ങളിൽ ഏതാണ് ഈ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ ബ്രാഞ്ചിൽ നിങ്ങൾ നേരിട്ട ഏതെങ്കിലും ഒരു വെല്ലുവിളിയെ വിശദീകരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഒരിക്കലും മറന്നുപോകില്ല. നിങ്ങളുടെ CA IIB പരീക്ഷയ്ക്കും ഇത് ഒരുപാട് ഗുണം ചെയ്യും.